നിവിൻ പോളി അതുപോലെ തന്നെ ഷർഫുദ്ദീൻ എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തുവരാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ. നാളെ മാർച്ച് 26 സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ ട്രെയിലർ അതുപോലെ തന്നെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഒക്കെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെയാണ്. എന്തായാലും പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, ചെറിയ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വലിയൊരു ഹൈപ്പ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല നിലവിലെ സിനിമയുടെ റിലീസിനെ പറ്റിയിട്ട്. എന്തായാലും പടത്തിന്റെ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് പ്രീസെയിൽ കളക്ഷൻ സിനിമയുടെ റിലീസിന് മുമ്പ് നിലവിലെ ഉച്ചയോടെ സിനിമയുടെ പ്രീസെയിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 600-ലധികം ഷോസ് കാണുന്നുണ്ട്. ഗ്രോസ് കളക്ഷൻ ആയിട്ട് 15 ലക്ഷം മാത്രമാണ് നിലവിലെ സിനിമയ്ക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്ന കളക്ഷൻ ആയിട്ട്. എന്തായാലും 8000 പേര് സിനിമയ്ക്ക് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നിലവില്. എന്തായാലും മോശമായ സ്റ്റാർട്ട് തന്നെയാണ്, എന്നാൽ പോലും സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു കളക്ഷനിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും എലക്ഷൻ വരികയാണ് ഏപ്രിൽ ആദ്യ വാരമായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ എങ്ങനെയാണ് എലക്ഷനിൽ ബാധിക്കാൻ പോകുന്നത്, എന്തായാലും വലിയ രീതിയിൽ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള സിനിമയാണ് പ്രതിച്ഛായം. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്. ഉണ്ണികൃഷ്ണനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് നമ്മുടെ ജസ്റ്റിൻ വർഗീസ് ആണ്. എന്തായാലും ഷർഫുദ്ദീൻ നിവിൻ പോളിയൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. എന്തായാലും വലിയൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്. പടത്തിന്റെ റിലീസ് ഡേറ്റ് മാർച്ച് 26. പടത്തിന് എത്ര പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൺഫേം ചെയ്യപ്പെടുക. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് പ്രതിച്ഛായ സിനിമയുടെ റിലീസിനായിട്ട് മാർച്ച് 26. അതിനുപക്ഷെ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.